ഇവിടെ പറഞ്ഞ എന്താണ്? പരാത്മൈവ ജഗതഃ കാരണം പരം. ജഗത്തിന്റെ അപരമായ കാരണമായിരിക്കുന്നത് പരമാത്മൈവ, പരമാത്മാ തന്നെയാണ്. പരാത്മൈവ അതിന് പറഞ്ഞു ബ്രഹ്മണ്യസ്തമിതേ അത്യർത്ഥം ജഗത്യസ്മിന്നശേഷിത ജഗത് പ്രസൂതു കോ ഹേതു തദന്യ അവ്യതിരേകത. ലോകമെല്ലാം അസ്തമിതമായി മറഞ്ഞുപോയി. എവിടെ? ബ്രഹ്മണി തന്നിൽ തന്നെ എല്ലാം മറഞ്ഞു. ഇവിടെ മറ്റെന്താ ഒരു കാരണം പറയാൻ? ആ പരമാത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അസ്തീശോ വ്യതിരിക്തേന പ്രവർത്തിത ജഗൻ നിർമ്മിനിയാത് ഏത് സ്വതസ്ഥി സർവദാനക്കും. ഇവിടെ സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരനാണ് ജഗത്തിനെ സൃഷ്ടിച്ചതെന്ന് ചിലർ പറയുന്നു. അതിനെ നിഷേധിക്കുന്നു. സർവൈശ്വര്യയുക്തനായ ഒരു ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് ഈശ്വരൻ? ഇവിടെ പറയുന്ന പരാത്മൈവ ജഗത കാരണം പരം. ആ പരാത്മാവിനെയാണോ പറയുന്നത്? അതേ പരാത്മാവിൽ നിന്ന് വേറെയാണ്. ഇവിടെ സർവജഗത്തും അസ്തമിച്ചിരിക്കുന്ന ആ പരാത്മാ, അവിടെ മറ്റൊന്നുമില്ല. അതിന് നമുക്ക് അങ്ങേറ്റം പറയാം, എങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്ന് പറയാം. അവിടെ വേറൊന്നുമില്ലല്ലോ. ഞാനില്ല, എന്റേതില്ല, ഈ ദ്വൈതങ്ങളൊന്നുമില്ല, സൃഷ്ടികർത്താവില്ല, അവിടെ ഒന്നുമില്ല. അത് നിർഗുണ ബ്രഹ്മം. അതെങ്ങനെ സൃഷ്ടിക്കും? അതുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് ഈ സൃഷ്ടിക്കപ്പെട്ട ഈ ജീവനിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരനെ സ്വീകരിക്കുന്നു. മൂന്നാമതൊരാള് തടസ്ഥ ഈശ്വരൻ എന്ന് പറയും. തടസ്ഥം എന്ന് വെച്ചാൽ അതിൽ നിന്നും മാറിയിരിക്കുന്നു. ഈ പരബ്രഹ്മത്തിൽ നിന്നും മാറി ഒരു ഈശ്വരൻ. അങ്ങനെ ഒരാളാണോ സൃഷ്ടിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു ഈശ്വരനെ സ്വീകരിക്കുന്നു? ഈ പറയുന്ന പരബ്രഹ്മം നിർഗുണം. അതിനകത്ത് മറ്റ് യാതൊരു ക്രിയകളും കർമ്മങ്ങളും ഒന്നും തന്നെ നടക്കുന്നില്ല. ജ്ഞാന ഇച്ഛാദികളൊന്നും അതിലില്ല. മനസ്സും വാക്കും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പിന്നെ അതൊക്കെ എങ്ങനെ അവിടെ ഊഹിക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് അതിനെ സൃഷ്ടിക്കുന്നതിനുള്ള സാമർഥ്യം ഇല്ലാത്തതുകൊണ്ട് വേറൊരു ഈശ്വരൻ, അതിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരൻ എന്ന് കരുതിയാലോ സൃഷ്ടിക്കുന്നത്? അത് ശരിയല്ല. അസ്തീശോ വ്യതിരിക്തശ്ചേ സ്വഭിക്കേന പ്രവർത്തിത ജഗൻ നിർമ്മിനിയാ. ശരി, അങ്ങനെ ഒരു ഈശ്വരൻ വേറിട്ടുണ്ടെങ്കിൽ ആ ഈശ്വരൻ എന്തിന്റെ പ്രേരണയാലാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചത്? ഈശ്വരന് പ്രേരകമായി എന്തെങ്കിലും ഉണ്ടോ? ഈശ്വരന് പ്രേരകമായി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുന്നു. പറയുന്നില്ല. ഈശ്വരന് പ്രേരകമായി ഒന്നുമില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ പൂർണ്ണനാണ്, സർവൈശ്വര്യയുക്തനാണ്, സദാ സൃഷ്ടിക്ക് സമർത്ഥനാണ്.
ഒരു നിമിത്തത്തെ അപേക്ഷിക്കുന്നില്ല. ഒരു നിമിത്തത്തെ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, സൃഷ്ടിക്കൊരു നിമിത്തമില്ലെങ്കിൽ ഇടയ്ക്ക് സൃഷ്ടി നിന്നു പോവുക, വീണ്ടും സൃഷ്ടി സംഭവിക്കുക, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? കാരണം നിമിത്തമില്ല. ഞാനിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ തളർന്നു കഴിഞ്ഞാൽ ജോലി മതിയാകും എന്നുവെച്ചാൽ അത് ഒരു നിമിത്തമാണ്. അത് കഴിഞ്ഞ് നല്ല ഉന്മേഷം വരുമ്പോൾ അതൊരു നിമിത്തമാണ്, വീണ്ടും സൃഷ്ടി ആരംഭിക്കും. എനിക്ക് സൃഷ്ടിക്കുന്നതിനുള്ള കഴിവുണ്ട്, അറിവുണ്ട്, ശേഷിയുണ്ട്. പക്ഷേ സൃഷ്ടിയിൽ ഇങ്ങനെ ഒരു വിരാമം, വീണ്ടും സൃഷ്ടി, ഇതിങ്ങനെ കാണുന്നുണ്ട്. ആണല്ലോ സുഷുപ്തിയിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ജാഗ്രതത്തിൽ വീണ്ടും സൃഷ്ടി വന്നു, വീണ്ടും സുഷുപ്തിയിൽ പോയി ഇല്ലാതെ വന്നു, വീണ്ടും ജാഗ്രതത്തിൽ വന്ന് സൃഷ്ടി വന്നു. അപ്പോൾ ഒരു വിരാമം, സൃഷ്ടിയുടെ ഒരു അവസാനം കാണുന്നു, വീണ്ടും തുടങ്ങുന്നു. ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു നിമിത്തം ഉണ്ടായാലേ പറ്റും. അത് ഈശ്വരന്റെ സഹജം ആണ്. സഹജമാണെങ്കിൽ അതിന്റെ പ്രത്യേകത, അതിന് മാറ്റം വരാൻ പാടില്ല, തുടർന്നുകൊണ്ടേയിരിക്കണം. ഉദാഹരണം, അഗ്നിയുടെ സഹജമായ സ്വഭാവമാണ് ഉഷ്ണം. അതെപ്പോഴെങ്കിലും അതിൽ നിന്ന് മാറി ഇരിക്കാറുണ്ടോ? കുറച്ച് സമയം ഞാൻ ഉഷ്ണിക്കുന്നില്ല, കുറച്ച് സമയം ഞാൻ പ്രകാശിക്കുന്നില്ല. അത് കഴിയില്ല അതിന്, കാരണം അതതിന്റെ സ്വഭാവമാണ്. അത് ഏകരൂപത്തിലേയിരിക്കും, സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. ഒരേ രൂപത്തിലിരിക്കും. അപ്പോൾ ഇവിടെ സൃഷ്ടി കാണുന്നതല്ല, അത് നിന്നു പോകുന്നു, വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും നിൽക്കുന്നു. അപ്പോൾ എന്തോ ഒരു നിമിത്തം അതിന് വേണം. ഈശ്വരനെ കൊണ്ട് സൃഷ്ടി ചെയ്യിക്കുന്ന നിമിത്തം, സൃഷ്ടിയെ അവസാനിപ്പിക്കുന്ന നിമിത്തം എന്തെങ്കിലും വേണം. സ്വഭാവം എന്ന് പറയാൻ വയ്യ. സ്വഭാവമാണെങ്കിൽ ഒന്നുകിൽ സൃഷ്ടി അല്ലെങ്കിൽ സംഹാരം, രണ്ടിലേതെങ്കിലും ഒന്ന്. സൃഷ്ടിക്കുന്നില്ല, അതാണ് സ്വഭാവം, ഒന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ സൃഷ്ടി തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ സർവൈശ്വര്യയുക്തനായ ഒരു ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിപ്രളയങ്ങൾ ഇതിന് നിമിത്തം പറയേണ്ടി വരും. അപ്പോൾ പറയുന്നു, അതിനൊരു നിമിത്തം എന്തെങ്കിലും പറയുക. പ്രാണികളുടെ കർമ്മമൊന്നോ, ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ച് അനുഭവിക്കാൻ ഉള്ള കർമ്മങ്ങളുണ്ടെങ്കിൽ സൃഷ്ടിക്കും, അനുഭവിക്കുന്നതിനുള്ള കർമ്മമൊന്നുമില്ലെങ്കിൽ സൃഷ്ടിക്കത്തില്ല. അപ്പോൾ ആ കർമ്മത്തെ ആശ്രയിച്ച് സൃഷ്ടിയെന്ന് വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ പരതന്ത്രനായി. ഈശ്വരന് സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പ്രാണിയുടെ കർമ്മത്തെ നോക്കണം, സൃഷ്ടിക്കാറായോ, പ്രാണിയുടെ കർമ്മങ്ങളുടെ ആവശ്യമനുസരിച്ച് സൃഷ്ടിച്ചു കൊടുക്കേണ്ടി വരും. പരാധീനനായി, കർമാധീനനായി പോയി ഈശ്വരൻ. അതുകൊണ്ട് അങ്ങനെ ഒരു നിമിത്തത്തെ സ്വീകരിച്ചാൽ ഈശ്വരൻ സർവൈശ്വര്യൻ അല്ലെന്ന് വരും. ഈശ്വരനും ചില ബാധ്യതകളും കടമകളും ചില കടപ്പാടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് ചെയ്യുന്നതെന്ന് വരും. യുക്തിയനുസരിച്ച് ചിന്തിച്ചു നോക്കുകയാണ്. വെറുതെ ഈശ്വരൻ അങ്ങ് സൃഷ്ടിച്ചു എന്ന് സ്വീകരിച്ചാൽ മതി. അല്ല, ഇത് സർവൈശ്വര്യ സമ്പന്നനായിരിക്കുന്ന ഈശ്വരന്റെ സ്വഭാവം തന്നെ അങ്ങ് സൃഷ്ടിക്കുക. അല്ലെങ്കിൽ ഇതിന് ഒരു വിരാമം വരത്തില്ല, ഇത് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ സൃഷ്ടി അവസാനിച്ച് ആ ഏകാന്തതയിൽ അവിടെ ഒരു സൃഷ്ടിയില്ല. വീണ്ടും ഇവിടെ ജാഗ്രതത്തിൽ, സ്വപ്നത്തിൽ സൃഷ്ടി വരുന്നു. ഇതൊരു ഈശ്വര സൃഷ്ടിയല്ല എന്നാണ്.
സ്വതശ്ചേത് സർവദാനയ്ക്കും ഈശ്വരന്റെ സ്വഭാവമാണത്. സ്വയം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സർവദാ എന്തുകൊണ്ട് സൃഷ്ടി സംഭവിക്കുന്നില്ലെന്ന് വെച്ചാൽ സൃഷ്ടിക്കൊരു വിരാമം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഈശ്വരനെ സൃഷ്ടികർത്താവായി സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നാണ്. ഐശ്വര്യം പാരതന്ത്രം ച നാപി സംഭാവ്യതേ മിതേ. ഈശ്വരൻ സർവ ഈശ്വരയുക്തനായിരിക്കുന്നതുകൊണ്ട് സൃഷ്ടിക്കുന്നു, അങ്ങനെ സ്വീകരിക്കുക. പ്രാണികളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ നിർത്തുന്നു, ചിലപ്പോൾ വീണ്ടും ആരംഭിക്കുന്നു. രണ്ടിനെ അംഗീകരിക്കാൻ എന്താ കുഴപ്പം? എന്തായാലും സൃഷ്ടിക്കുന്നതിന് ശേഷിയില്ലാതെ പറ്റത്തില്ല. നിർത്തുന്നതിനൊരു നിമിത്തമുണ്ട്, പ്രാണികർമ്മം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതിനനുസരിച്ച് എന്ന് പറഞ്ഞാലോ അതെല്ലാം നമുക്ക് നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ജീവന്മാരെയൊക്കെ സംബന്ധിച്ച് അതൊക്കെ പറയാം. നമ്മളങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. ഒരു പ്രവൃത്തി ഇഷ്ടമുണ്ടെന്ന് ചെയ്യും, അല്ല അത് വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാതിരിക്കും. ഉന്മേഷം വന്നാൽ ചെയ്യും, തനിക്ക് വേണ്ടി ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും. ഇതൊക്കെ ജീവന്മാരെ സംബന്ധിച്ച് ശരിയാണ്. ഇതൊക്കെയാണോ ഈശ്വരന്റെ സ്വഭാവമെങ്കിൽ ജീവനും ഈശ്വരനും തമ്മിൽ എന്താ വ്യത്യാസം? ഈശ്വരൻ വലിയ കാര്യം ചെയ്യുന്നു, ജീവൻ ചെറിയ കാര്യം ചെയ്യുന്നു, ഇത്രയുള്ള വ്യത്യാസം. രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല, ജീവനെ പോലെ തന്നെ എന്ന് വരും. സർവൈശ്വര്യ യുക്തനായിരിക്കുന്ന ഈശ്വരൻ പാരതന്ത്ര്യം കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധമാണ്. അത് ഒരിടത്ത് യോജിക്കത്തില്ല. അങ്ങനെ ഒരു ആളിനെ, പരതന്ത്രനായ ഒരാളിനെ സർവൈശ്വര്യയുക്തനായി എങ്ങനെ അംഗീകരിക്കും? അതുകൊണ്ട് പ്രാണി കർമ്മ വശാത് സൃഷ്ടി എന്നെല്ലാം സാധാരണ പറയാറുണ്ട്. ഇതൊക്കെ അദ്വൈതത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഓരോരോ സന്ദർഭങ്ങളിൽ ജന്മാദ്യസ്യത അവിടെയൊക്കെ പറഞ്ഞ ഈശ്വരനിൽ നിന്നാണ് സൃഷ്ടി പറയരുത്. അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് തമ്മിൽ വിരുദ്ധമാണ്. ഒരു ചിന്താരീതി അനുസരിച്ച് അങ്ങനെ പറയുന്നു, പിന്നെ അതിൽ വരുന്ന പോരായ്മകളെ കുറിച്ച് ചിന്തിക്കുന്നു, അതിനെ പരിഷ്കരിക്കുന്നു, അതിനെ കൂടുതൽ തെളിവുറ്റതാക്കി തീർക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത്രയും കാലം ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് കേട്ടിട്ട് ഇപ്പൊ ഈശ്വരൻ സൃഷ്ടിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ? അതിന് വിരുദ്ധമല്ല പറയുന്നത്. മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ആ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, ആ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മളെ തലകുലുക്കി സമ്മതിച്ചോ അത് കേമമാണ്. പക്ഷെ നമ്മളറിയാതെ ചില ന്യൂനതകൾ അതിൽ കടന്നുകൂടിയിരുന്നു. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു തരത്തിൽ പറയുന്നത്. അതിലൂടെ ആശയക്കുഴപ്പത്തിന്റെ കാര്യമൊന്നും ഇല്ല. സർവൈശ്വര്യയുക്തനാണ് ഈശ്വരനെങ്കിൽ ഈശ്വരനിൽ അതിന് വിരുദ്ധമായൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ വയ്യ. പാരതന്ത്രം അത് മിതേഹേ നാഭി സംഭാവ്യതേ, അത് ഈശ്വരന് സംഭവിക്കാൻ വഴിയില്ല, സാധ്യമല്ല. എന്നാ പറയുന്നു, ഈശ്വരനെ വിടുക. ഈശ്വരനെ വിട്ടു ബ്രഹ്മത്തിനെ സൃഷ്ടിക്കാൻ വയ്യ. നിർഗുണം സർവേശ്വരയുക്തനായ ഒരു ഈശ്വരൻ അതിനും പറയുന്നതനുസരിച്ച് സൃഷ്ടിക്കാൻ വയ്യ. ഐശ്വര്യവും പാരതന്ത്ര്യവും കൂടി ചേരത്തില്ല. സൃഷ്ടി കാണുന്ന ഇത് രണ്ടുമാണ്. ശരി, എന്നാൽ നാപിക്കാര്യം വിലീനത്വ സ്വാത്മോത്പത്തോ പ്രവർത്തതേ. എന്നാ ഈ സൃഷ്ടി ഇത് തന്നെ ഇതിനെ സൃഷ്ടിച്ചു എന്നെടുത്താലോ
വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ സൃഷ്ടിച്ചു. സൃഷ്ടി തന്നെ സൃഷ്ടിക്കും. നമ്മളതാ കാണുന്നത്. ഇവിടെ ഒരു വൃക്ഷം കാണുന്നു, അതിൽ നിന്ന് വിത്തുണ്ടാകും, വിത്തിൽ നിന്ന് പിന്നെ വൃക്ഷം ഉണ്ടാകും. സൃഷ്ടിയിലാണ് സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിയിൽപ്പെട്ട ആളാണ് കുലാലൻ, കൊടുത്ത ഉണ്ടാക്കുന്നവൻ. സൃഷ്ടിയിൽപ്പെട്ടതാണ് മണ്ണ്, സൃഷ്ടിയിൽപ്പെട്ടതാണ് കമ്പും വടിയും സാധനങ്ങളും എല്ലാം. അപ്പോൾ ആ സൃഷ്ടിയിൽ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ സൃഷ്ടി തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലോ എന്താ കുഴപ്പം? നമ്മൾ ഭൗതികമായി അന്വേഷിക്കുന്നതാണ്. ഈ സൃഷ്ടിയുടെ കാരണത്തെക്കുറിച്ച് സൃഷ്ടിയിൽ അന്വേഷിക്കുന്നു. സൃഷ്ടിയുടെ കാരണത്തെക്കുറിച്ച് സൃഷ്ടിയിൽ തന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിക്ക് കാരണം സൃഷ്ടി തന്നെ എന്നൊരു ബുദ്ധിയല്ലേ അതിന്റെ പിന്നിലുള്ളത്. കരുതുന്നത് എന്താണ്? ഈ സൃഷ്ടി ഒരു കാര്യമാണ്, ഈ സൃഷ്ടിക്ക് പിന്നിൽ ഒരു കാരണമുണ്ടായിരിക്കും. ഈ സ്ഥൂലമായ കാര്യത്തിന് പിന്നിൽ സൂക്ഷ്മമായ ഒരു കാരണം. അപ്പോൾ അതിനെ കണ്ടുപിടിക്കും. അത് പരമാണുവാണോ, അതിനും സൂക്ഷ്മമായ എന്തെങ്കിലും തന്മാത്രകളാണോ? അതിനാണ് ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. സൃഷ്ടിയിൽ ഉള്ള സൃഷ്ടി കാരണത്തെ അന്വേഷിക്കുക, കണ്ടെത്തുക. അഭൗതികവാദം അതാണ് പറയുന്നത്. സൃഷ്ടി തന്നെ സൃഷ്ടിയുടെ കാരണമായി സ്വീകരിച്ചാലോ? പക്ഷെ ഇവിടെ അത് സാധ്യമല്ല. ഇവിടെ സൃഷ്ടി ഇല്ലാതിരുന്ന ഒരവസ്ഥയുണ്ട്. ഭൗതികമായി നോക്കുമ്പോൾ അതില്ല. ബാഹ്യമായി നോക്കുമ്പോൾ ഈ സൃഷ്ടി ഒരു രൂപത്തിലല്ലെങ്കിൽ വേറെ രൂപത്തിൽ എപ്പോഴും ഉണ്ട്. ഈ സൃഷ്ടി പണ്ട് ഏതോ ഒരു രൂപത്തിലായിരുന്നു, തന്മാത്രകളുടെ രൂപത്തിലായിരുന്നു, പരമാണുക്കളുടെ സംഘാതമായിരുന്നു. പിന്നെ അതിങ്ങനെ വിപുലമായി ഒരുപാട് മാറ്റങ്ങൾ വന്നു. സൂര്യനായി, ചന്ദ്രനായി, ഭൂമിയായി, കരയായി, വെള്ളമായി, പ്രാണികളായി, അതിൽ പരിണമിച്ച് മനുഷ്യനായി. ഇങ്ങനെ സൃഷ്ടിയിൽ നോക്കുമ്പോൾ സൃഷ്ടി അനാദിയായി അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് സൃഷ്ടി നോക്കുമ്പോൾ തന്നിലേക്ക് നോക്കിയാലോ സൃഷ്ടിയില്ലാത്ത ഒരവസ്ഥയാണ്. അല്ല, സൃഷ്ടിയിൽ നോക്കിയിട്ട് കാര്യകാരണങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇത് അനാദിയാണെന്ന് അനന്തമാണെന്നൊക്കെ നിശ്ചയിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നവന്റെ, സൃഷ്ടിയെക്കുറിച്ച് പരിശോധിക്കുന്നവന്റെ, സൃഷ്ടിയിലെ കാര്യകാരണ ബന്ധത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സൃഷ്ടിയുടെ കാരണത്തെ സ്വാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ അനുഭവങ്ങളെയും നമ്മൾ പരിശോധിക്കണ്ടേ? സൃഷ്ടിയില്ലാതിരുന്ന ഒരനുഭവം, അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടല്ലോ. എന്നുവെച്ചാൽ ഈ കാര്യകാരണ പഠനം നടക്കാത്ത ഒരു തലം, അതാണ് സുഷുപ്തി. അവിടെ ഇങ്ങനൊരു പഠനം സമ്പ്രദായമേ നടക്കുന്നില്ല. അതിന് നമുക്ക് പറയാം എന്താണ്? ഈ സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ എന്ന് പറയും. കാരണം അത് കഴിഞ്ഞാണല്ലോ ഇപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിയിൽ കാര്യകാരണങ്ങളെ അന്വേഷിക്കുകയാണെങ്കിൽ ഈ അന്വേഷണം, ഈ അനുഭവം തുടങ്ങുന്നതിന് മുമ്പ്, സൃഷ്ടിയെക്കുറിച്ചുള്ള അനുഭവം തുടങ്ങുന്നതിന് മുമ്പ് ഇതെങ്ങനെ ചെയ്യും? അവിടെ സൃഷ്ടിയുടെ കാരണത്തെ ഈ രീതിയിൽ അങ്ങനെ അന്വേഷിക്കും, കണ്ടെത്തും. അതിന് സമാനം പറയുന്നു. കാരണം നമ്മൾ അനുഭവത്തെ പ്രമാണമാക്കിയിരിക്കുകയാണ്. പറയുന്നു ഞാൻ എൻ്റെ അനുഭവം അനുസരിച്ചാണ് ചിന്തിക്കുന്നു. അല്ല അവിടെ ശ്രുതിയോ അനുമാനമോ ഒന്നുമല്ല, പ്രത്യക്ഷമായ അനുഭവം. സൃഷ്ടി പ്രത്യക്ഷമായ അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്ക് മുമ്പും എനിക്ക് പ്രത്യക്ഷമാണ്.
ഈ സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ അനുഭവത്തിന് മുമ്പ് ഒരവസ്ഥ, അതും പ്രത്യക്ഷമാണ്. അവിടെ എങ്ങനെ ഈ പരീക്ഷണം നടത്തും, എങ്ങനെ ഈ അന്വേഷണം നടത്തും? അവിടെ ഈ അന്വേഷണം നടത്താൻ സാധ്യമല്ലെങ്കിൽ ഈ ജാഗ്രതത്തിലെ സൃഷ്ടിയിലെ മാത്രം അന്വേഷണവും പഠനവും കൊണ്ട് സൃഷ്ടിയുടെ കാരണത്തെ എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? കഴിയില്ല. അത് പാക്ഷികമല്ലേ. പക്ഷപാതം പാടില്ലല്ലോ. സത്യം അറിയാനല്ലേ ശ്രമിക്കുന്നു. അവിടെ പക്ഷപാതം പാടില്ല. നാപി കാര്യം വിലീനത്വ, അവിടെ കാര്യങ്ങളെല്ലാം വിലീനമായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ അവിടെ ഇത് തന്നെ സ്വാത്മോത്പത്തു പ്രവർത്തനം, ഈ സൃഷ്ടി തന്നെ സ്വയം സൃഷ്ടിക്കുന്ന എങ്ങനെ അവിടെ നടക്കും? സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് സൃഷ്ടി ആ കാലഘട്ടത്തിൽ എന്നുവെച്ചാൽ സുഷുപ്തിയിൽ എങ്ങനെയാണ് സ്വാത്മത്വം, ഈ കാര്യോത്പത്തിയിൽ അത് പ്രവർത്തിക്കുന്നത്? അവിടെ ഇല്ലല്ലോ. കാര്യോത്പത്തിയിൽ കാര്യം സ്വയം എങ്ങനെ പ്രവർത്തിക്കും? ഇവിടെ പറയാണ് സൃഷ്ടി നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യമല്ല. നിർഗുണം ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഭിന്നനായ ഒരു ഈശ്വരൻ സൃഷ്ടിക്കാൻ സാധ്യമല്ല. കാരണം സർവൈശ്വര്യയുക്തനായ ഒരു ഈശ്വരനിൽ പാരതന്ത്ര്യം കൂടി ഉണ്ടായാലേ സൃഷ്ടിയും പ്രളയവും രണ്ടും നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ സൃഷ്ടി ഏകരൂപത്തിലായിരിക്കണം. ഇനി സൃഷ്ടി പെട്ടതെല്ലാം ജീവൻ ഉൾപ്പെടെയുള്ള ഇതെല്ലാം ഇത് തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടിക്ക് മുമ്പ് ഒരവസ്ഥയുണ്ട്. അവിടെ നിന്ന് ഈ സൃഷ്ടി എങ്ങനെ ആരംഭിക്കും? അവിടെ ഇതുണ്ടായിരുന്നില്ല. ഭൗതികമായ സൃഷ്ടിക്കൊരു സമാധാനം അതും ശരിയാകത്തില്ല. ആധ്യാത്മികമായ സൃഷ്ടിക്കൊരു സമാധാനം ഈശ്വരൻ ബ്രഹ്മം അത് ശരിയാകത്തില്ല. അപ്പോൾ പിന്നെ സൃഷ്ടി എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്നാ എവിടെ നിന്ന് സംഭവിക്കുന്ന സൃഷ്ടി? ജീവനാണ്. ഇനിയിപ്പോൾ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ധാരാ സൃഷ്ടിച്ചത് താൻ തന്നെയാണോ? ഈ അദ്വൈതം പറയുന്നവരും പറയും എന്റെ അജ്ഞാനം കൊണ്ട് സൃഷ്ടിയുണ്ടായി, എന്റെ അവിദ്യ കൊണ്ട് സൃഷ്ടിയുണ്ടായി. എങ്ങനെ ഈ അവിദ്യ കൊണ്ട് സൃഷ്ടിയുണ്ടായത് എന്നവർക്ക് സമാധാനമുണ്ട്. ഈ ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ ഈ സൃഷ്ടിയെല്ലാം കാണുന്നുണ്ട്. ഈ സൃഷ്ടിക്ക് ഉപാദാനമായിരുന്ന അവിദ്യ അവിടെ സുഷുപ്തിയിലുണ്ടായിരുന്നു. അതിൽ പൂർവ്വസൃഷ്ടിയുടെ എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു. ആ സംസ്കാരങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആ വിദ്യയെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഈ സൃഷ്ടി ചെയ്തു എന്നാണ്. അവിടെയും ചോദ്യം വരും. അവിദ്യയെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിച്ചത് ഈ ജാഗ്രതത്തിന് മുമ്പുണ്ടായിരുന്ന എന്തോ അതിന് സത്തെന്നോ ബ്രഹ്മമെന്നോ എന്തോ പറയാം, അതാണോ? അതോ ഈ സൃഷ്ടിയിൽ കാണുന്ന ഈ ജീവനാണോ? എന്തായാലും ഈ ജീവൻ അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റില്ല, അവിദ്യ ആശ്രയിച്ചുകൊണ്ട്. എന്തുകൊണ്ട്? ഈ ജീവനും അതിന്റെ സൃഷ്ടിയാണ്, സൃഷ്ടിപ്പെട്ടുപോയി. അപ്പോൾ ആ ജീവൻ ആര് സൃഷ്ടിച്ചു എന്നുള്ളതിന് സമാധാനം കിട്ടാതെ വരും. അല്ല, ഇനി ഇതിനു മുമ്പ് ആ നിർഗുണ ബ്രഹ്മം ഇതിനു മുമ്പുണ്ടായിരുന്ന അത് ഈ അവിദ്യ ആശ്രയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പാരതന്ത്ര്യം വരും. നേരത്തെ പറഞ്ഞ ദോഷം സൃഷ്ടിക്ക് വേണ്ടി അതിന് വേറൊന്നിനെ ആശ്രയിക്കേണ്ടി വന്നു. പല ദോഷങ്ങളും വരും. അവിദ്യ എന്ന് പറയുന്ന അജ്ഞാനമാണ്.
എല്ലാ തരത്തിലുള്ള ജ്ഞാനത്തെയും മൂടുന്ന ഒരു സാധനമാണ് അജ്ഞാനം. അങ്ങനെയുള്ളൊരു അജ്ഞാനം, സർവജ്ഞനായ ഒരുവൻ അജ്ഞാനത്തെ ആശ്രയിച്ച് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ സംഭവിക്കും? ഞാൻ ഈ വസ്തുവിനെ സൃഷ്ടിക്കുന്ന എനിക്കിതിനെക്കുറിച്ച് ജ്ഞാനമുള്ളതാണ്. എനിക്കിതിനെക്കുറിച്ച് ജ്ഞാനം ഇരിക്കെ ഞാൻ ഇതിനെ സൃഷ്ടിക്കുന്നതിന് ഇതിന്റെ അജ്ഞാനത്തെ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ സൃഷ്ടി നടക്കും? അപ്പൊ അജ്ഞാനത്തെ ആശ്രയിച്ചൊരിക്കലും ഒന്നും സംഭവിക്കത്തില്ല. അജ്ഞാനത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കർമ്മമില്ല, ക്രിയയില്ല. അതുകൊണ്ട് അജ്ഞാനത്തെ ആശ്രയിച്ച സൃഷ്ടി അതും ശരിയാകത്തില്ല. അതുകൊണ്ട് ജീവൻ ഞാൻ എന്റെ അജ്ഞാനം കൊണ്ട് കൽപ്പിച്ചതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിനും ഒരു യുക്തിയില്ല, അസംബന്ധമാണ്. അജ്ഞാനം ആവരണ സ്വഭാവമാണ്, എല്ലാത്തിനെയും മറയ്ക്കുന്ന സ്വഭാവമാണ്. അതിന്റെ സ്വഭാവം എന്തിനെങ്കിലും സൃഷ്ടിക്കുക എന്നുള്ളതല്ല, ഉള്ളതിനെ മറച്ചു കളയുകയുള്ളൂ. അപ്പം അതിനെ ആശ്രയിച്ചങ്ങനെ സൃഷ്ടി സംഭവിക്കുക എന്റെ അജ്ഞാനം കൊണ്ട്. പക്ഷെ സാധാരണ പറയാറുണ്ടോ, അദ്വൈതത്തിൽ തന്നെ ഇവിടെ തന്നെ പറയും, ഈ പ്രപഞ്ചം അജ്ഞാനകൽപ്പിതമാണ് എന്ന് പറയും. അവിദ്യാകൽപ്പിതമാണ് എന്ന് പറയും. എന്താ അതിന്റെ താല്പര്യം? പറഞ്ഞു പറഞ്ഞു പോകുന്ന അവിടത്തേക്കാണ്. ഈ ഒരു തരത്തിലും സൃഷ്ടി സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ അവസാനം പറയാൻ പോകുന്നതാ. ഇവിടെ ഇപ്പൊ തൽക്കാലം നിർത്തിയിരിക്കുകയാണ് ഇവിടെ. പക്ഷെ മുമ്പോട്ട് പറഞ്ഞു വരുന്നതാണ് ഇത് അവിദ്യാകൽപ്പിതം. അതെങ്ങനെ സംഭവിക്കും? സൃഷ്ടി അവിദ്യാകൽപ്പിതമാകുന്നു. ഈ ആത്മജ്ഞനായിരിക്കുന്ന ജീവന് തന്റെ അജ്ഞാനം കൊണ്ട് ഇതൊക്കെ സൃഷ്ടിക്കാൻ പറ്റും? സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ സൃഷ്ടി അജ്ഞാന കൽപ്പിതം എന്ന് പറഞ്ഞാൽ ആരുടെ അജ്ഞാനം? ആര് കൽപ്പിച്ചു? ഇവിടെ ഇനി തുറന്നു വരുന്ന ഭാഗത്ത് സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സൃഷ്ടി ജീവന്റെ അജ്ഞാനകൽപ്പിതം അല്ല. സൃഷ്ടി ഈശ്വരസൃഷ്ടമാണ്. അതാണ് അവനിപ്പോ പറഞ്ഞതോ. പറഞ്ഞതിലൊരു യുക്തി ഉണ്ടായിരുന്നു. കാരണം ഉദാഹരണത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ, സുഷുപ്തിയെടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ, അവിടെ നിർഗുണനായ ബ്രഹ്മം, അതിന് സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ സൃഷ്ടി നമ്മുടെ അനുഭവമാണ്, ജാഗ്രത. ഇവിടെ സൃഷ്ടിയില്ലെന്ന് പറയാനും വയ്യ. സൃഷ്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ജീവൻ. അവനും സൃഷ്ടിക്കപ്പെട്ടതാണ്. ബ്രഹ്മം നിർഗുണമായതുകൊണ്ട് അതിന് സൃഷ്ടി സംഭവിക്കാൻ വയ്യ. പക്ഷേ താൻ സൃഷ്ടിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അനുഭവിക്കണമെങ്കിൽ ഇത് സൃഷ്ടിക്കണം. ആര് സൃഷ്ടിച്ചു? ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചത്. സർവ ഐശ്വര്യ സമ്പന്നനായിരിക്കുന്ന സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ നിഷേധിച്ചത് ഈ നിർഗുണമായിരിക്കുന്ന തത്വത്തിൽ നിന്ന് വേറിട്ട്
അന്യമായി സർവൈശ്വര്യയുക്തനായ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനാണ് നിഷേധിച്ചത്. മറിച്ച് ആ തത്വം, ഏതൊരു തത്വത്തെയാണോ നമ്മൾ നിർഗുണമെന്ന് വിളിക്കുന്നത്, ആ തത്വത്തെ തന്നെയാണ് സർവൈശ്വര്യ സമ്പന്നമെന്നും പറയുന്നത്. ഒരു തത്വം തന്നെ. അതിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരനില്ല. അത് തന്നെ സൃഷ്ടിക്കുന്നു. ഒന്ന് തന്നെ നിർഗുണവും ഒന്ന് തന്നെ സർവൈശ്വര്യ സമ്പന്നമാവുന്നെങ്കിൽ അവിടെയാണ് പറയുന്നത് സൃഷ്ടി അജ്ഞാനകൽപ്പിതമാണ്. ആരുടെ അജ്ഞാനകൽപ്പിതം? നിന്റെ തന്നെ, ആ ജീവന്റെ അജ്ഞാനകൽപ്പിതം. അത് നേരത്തെ നിഷേധിച്ചത് അജ്ഞാനകൽപ്പിതമല്ല എന്ന്. പിന്നെ വീണ്ടും അജ്ഞാനകൽപ്പിതം എന്നങ്ങനെ പറയും. എന്തായാലും ഇവിടെ ജാഗ്രതത്തിലേക്ക് വന്നു, സുഷുപ്തി വിട്ടു. ജാഗ്രതത്തിൽ ഈ ജഗത്തിനെ അനുഭവിക്കുന്നു. എങ്ങനെ അനുഭവിക്കുന്നു? ബ്രഹ്മമായിട്ടല്ല, ഏകമായിട്ടല്ല, സത്യമായിട്ടല്ല, അല്ലെങ്കിൽ സച്ചിദാനന്ദമായിട്ടല്ല, നാനാരൂപത്തിൽ ഈ ജഗത്തിനെ അനുഭവിക്കുന്നു. വാസ്തവത്തിൽ ഇതെന്താണ്? ആ സത്ത് തന്നെ. ഇത് ബോധിക്കാൻ വേണ്ടി പറയുകയാണ് അവിദ്യാകൽപിതവും. ഈ ജഗത്തിന് വാസ്തവത്തിൽ ആ സത്തായി മനസ്സിലാക്കണം. സദൈവ സൗമ്യ ഇതമഗ്ര ആസീത്. ആ സൃഷ്ടിക്ക് മുമ്പ് അത് കേവല സത്തായിരുന്നു. ഈ ജാഗ്രതത്തിന് മുമ്പ് കേവല സത്തായിരുന്നു. ഈ ജാഗ്രതത്തിനും ആ സത്ത് തന്നെയാണ്. ജാഗ്രതത്തിന് മുമ്പ് ഇത് കേവലമായ നിർഗുണമായിരുന്നു. ഈ ജാഗ്രതത്തിനും അത് നിർഗുണം തന്നെ. ജാഗ്രതത്തിന് മുമ്പ് അത് ചിത്തും ആനന്ദവുമായിരുന്നു. ഈ ജാഗ്രതത്തിനും അത് ചിത്തും ആനന്ദവും തന്നെ. ആ സ്വരൂപത്തിന്, തുരീയ രൂപത്തിന് ഒരിടത്തും മാറ്റം വന്നിട്ടില്ല. പിന്നെ ഈശ്വരൻ, സൃഷ്ടി, ഈ ഭേദം, ഇതിനെല്ലാം അനുഭവിക്കുന്ന ഞാൻ, ഇതിനപ്പുറം ഒരു നിർഗുണ ബ്രഹ്മം, ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പരമാർത്ഥം എന്താണ്? സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും ഒരേ ഒരു സത്ത്. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന എന്താണോ? ഈശ്വരൻ, ജഗത്ത്, ജീവൻ, നാനാത്വം, ഭേദം. പരമാർത്ഥത്തിൽ ഭേദത്തെ അനുഭവിക്കുന്നു. ഈ സൃഷ്ടിയായിരിക്കുന്നതെല്ലാം പരമാർത്ഥം തന്നെ. ആ ഒരു ബോധം ഉണ്ടാകുന്നില്ല. അതവിദ്യ. ആ ബോധമില്ലാത്തതുകൊണ്ട് ഇവിടെ നാനാത്വത്തെ കാണുന്നു. ഇത് അവിദ്യ കൊണ്ട് കൽപ്പിതം. സൃഷ്ടി ആ സൃഷ്ടാവ് തന്നെ. ഈ അവിദ്യ നശിച്ചാൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു. അതാണ് സൃഷ്ടി അവിദ്യ കൽപ്പിതമെന്ന് പറയുന്നത്. രജ്ജുവിലെ സർപ്പത്തെ പോലെ ഈ ജീവൻ അവിദ്യ കൊണ്ട് ജഗത്തിനെ കൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ജീവ ഈശ്വര ഭേദം, ജീവ ഈശ്വര ജഗത് ഭേദം പരമാർത്ഥത്തിലില്ല.
ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടാവില്ല. അങ്ങനെ ഒരു സൃഷ്ടാവ് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടിയെ സൃഷ്ടിച്ചിട്ടുമില്ല. ഇവിടെ സൃഷ്ടി, സൃഷ്ടാവ്, ബ്രഹ്മം ഇതെല്ലാം അഭേദമാണ്, ഏകമാണ്. എന്നാൽ ജീവൻ അവിദ്യ കൊണ്ട് ഈ ഭേദങ്ങളെ കൽപ്പിക്കുന്നു. ആ അവിദ്യ കൊണ്ടുള്ള കൽപ്പന അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് അവിദ്യാകൽപിതമാണ് എന്ന് പറയുന്നു. അല്ലാതെ ഇതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, അവിദ്യാകൽപിതമായ ഒരു ജഗത്തിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഗത്തിനെ ഈ രൂപത്തിലല്ല എന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇത് സത്താണ്, സദ്രൂപമാണ് സർവവും. അതുകൊണ്ട് കൽപ്പിച്ച് സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ സത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടി ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല പിന്നെ അതിനെ കൽപ്പിച്ച് സൃഷ്ടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇത് അദ്വൈതമാണ്, അദ്വൈതമാണ്. അവിടെ സൃഷ്ടി, സ്രഷ്ടാവ് ഇങ്ങനെ ഒരു ഭേദമില്ല. അതാണ് പരമമായ തത്വം, അതാണ് പരമാർത്ഥ തത്വം. അതുകൊണ്ട് അവിദ്യാകൽപിതമായ ജീവന്റെ അവിദ്യ കൊണ്ട് കൽപ്പിച്ച ഒരു ജഗത്ത് ആ സത്തിൽ നിന്ന് വേറിട്ടൂടെ നിൽക്കുന്നില്ല. അങ്ങനെ കൽപ്പിച്ച ഒരു ജഗത്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടൻ ധരിക്കും ആ സത്തിൽ നിന്ന് വേറിട്ട് ഇവിടെ കൽപ്പിച്ച ഒരു ജഗത്തുണ്ട്. അങ്ങനെ കൽപ്പിച്ച ഒരു ജഗത്തില്ല. മറിച്ച് എന്താ ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്? കൽപ്പിച്ച ജഗത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കൽപ്പിച്ച് എന്ന് പറയുമ്പോൾ അത് ഉള്ളതല്ല. കൽപ്പന എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമല്ല. ഉള്ളതെന്ന് പറഞ്ഞാൽ പരമാർത്ഥമാണ്. കൽപ്പനയും പരമാർത്ഥം കൂടെ ചേരത്തില്ല. അതുകൊണ്ട് കൽപ്പിച്ചതായ ഒരു ജഗത്തൂടെ നിലനിൽക്കുന്നില്ല. കൽപ്പിച്ചതായ ജഗത്ത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. പരമാർത്ഥത്തിൽ അത് കൽപ്പിതമായ ജഗശൂന്യമാണ്. അതുകൊണ്ട് പരമാർത്ഥ സത്ത മാത്രം, സച്ചിദാനന്ദം മാത്രം, ബ്രഹ്മം മാത്രം, അത് അദ്വൈതം, അത് ഏകം, അദ്വയം, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി കൽപ്പിതമാണ് എന്ന് പറയുന്നത്. അല്ലാതെ ജീവൻ വാസ്തവത്തിൽ ഒരു ജഗത്തിനെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിൽ അല്ല. അതുപോലെ തന്നെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായൊരു ഈശ്വരൻ ഇതിനെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് ആ ബ്രഹ്മം തന്നെ ഈ രൂപത്തിൽ അഭിവ്യക്തമായിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന തരത്തിലൊരു സൃഷ്ടിയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അത് നാനാരൂപത്തിൽ പ്രകടമായിരിക്കുന്നു, നാനാരൂപത്തിൽ അത് അഭിവ്യക്തമായിരിക്കുന്നു. അതിന് ജീവന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അങ്ങനെ നാനാരൂപത്തിൽ പ്രകടമാവുമ്പോഴും അത് സത്തായി തന്നെ ഇരിക്കുന്നു. അത് ഈശ്വരന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ഈ നാനാരൂപത്തിൽ അത് പ്രകാശിക്കുമ്പോഴും അതതിന്റെ സ്വരൂപത്തിൽ നിന്ന് ച്യുതി സംഭവിക്കാതിരിക്കുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടി അത് ആ പരമാർത്ഥ വസ്തു തന്നെയാണ്, സത്യം തന്നെയാണ്. അവിടെ ആ പരമാർത്ഥ വസ്തുവിൽ നിന്ന് വേറിട്ടെന്തെങ്കിലും നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനായാലും കൊള്ളാം, ബ്രഹ്മമായാലും കൊള്ളാം, ജീവനായാലും കൊള്ളാം, ജഗത്തായാലും കൊള്ളാം. അതെല്ലാം നിന്റെ അവിദ്യാകൽപിതം. അതാണ് നിന്റെ അജ്ഞാനകൽപിതം എന്ന് പറയുന്നത്. അല്ല, അജ്ഞാനകൽപിതമായി ഒരു വാസ്തവ ജഗത്ത് ഇവിടെ ഇല്ല. അതാണ് മുഖ്യം. ഇതിന്റെ തുടർച്ചയായിട്ട് ഇനി പറഞ്ഞൊന്ന് സമർത്ഥിക്കുന്നത് ആ കാര്യമാണ്. അതുകൊണ്ട് അവിദ്യാകൽപിതമാണ് ജഗത്ത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കും. രജ്ജുവിൽ സർപ്പം പോലെ നമ്മൾ സങ്കല്പിച്ചൊരു ജഗത്തിനെ ഉണ്ടാക്കിയെന്നുണ്ട്. ആ ജഗത്ത്
ആ പരമാത്മാവിന്റെ അഭിവ്യക്തിയാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജഗത്ത്. അത് ആ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവ് തന്നെയാണ് സച്ചിദാനന്ദ രൂപത്തിൽ ഈ ജഗത്തിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ജഗത് രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, ജഗത് രൂപത്തിൽ അഭിവ്യക്തമായിരിക്കുന്നത് ആ പരമാത്മാവ് തന്നെയാണ്. ഇതങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറയുന്ന, അല്ലാതെ വേറിട്ടൊരു ഈശ്വരനും സൃഷ്ടിച്ചിട്ടില്ല, ഈ ജീവനും സൃഷ്ടിച്ചിട്ടില്ല, വേറിട്ടൊരു ജഗത്തുമില്ല. വേറിട്ടൊരു ജഗത്തുണ്ടെങ്കിലല്ലേ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ വരുന്നത് എന്താണ്? നമ്മളീ ലോകത്ത് സൃഷ്ടി കാണുമ്പോൾ കാരണത്തിൽ നിന്നും വേറിട്ടൊരു കാര്യത്തെ കാണുന്നു. സാധാരണഗതി പിതാവിൽ നിന്ന് പുത്രനുണ്ടാകുന്നു, പിതാവ് വേറെ പുത്രൻ വേറെ. ഈ സൃഷ്ടി കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് കാര്യകാരണങ്ങൾ ഭിന്നമാണ്. പക്ഷെ വേറെ ഉദാഹരണമുണ്ട്. മർത്തും ഘടവും സ്വർണവും ആഭരണവും അവിടെ ഇവിടെ വേറെ വേറെ സൃഷ്ടി. അവിടെ സ്വർണം മാത്രമല്ലേ ഉള്ളൂ. വേറിട്ടൊരു ആഭരണം ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാം അതിൻ്റെ തോന്നലാണ്, കൽപ്പനയാണ്, അവിടെ സ്വർണമേ ഉള്ളൂ. അതുപോലെ ഈ സൃഷ്ടിയും മനസ്സിലാക്കണം എന്നാണ്.